ഹല്ലേലൂയ. ഉദ്ധിതനായ യേശുക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ എഴുതിയ ലേഖനത്തിൻ്റെ 15-ാം അധ്യായം 17-ാം വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. പൗലോസ്ലീഹ ചേർന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമാണ്. നമ്മളെല്ലാവരും ഈ നാളുകളിൽ ഈശോയുടെ പീഡാസഹന കുരിശുമരണ അനുഭവങ്ങളെയൊക്കെ ഹൃദയത്തിൽ നന്നായി ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുചേർന്നും അതിൻ്റെ ഒരു വിശുദ്ധീകരണം നേടി അതിനുശേഷം ആ ഉദ്ധാനത്തിൻ്റെ ആനന്ദത്തിലായിരിക്കുന്ന ദിനങ്ങളാണ്. തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ പൂരിതരാകാൻ ഒരു പുതിയ പന്തക്കുസ്തായ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങുന്ന അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോ ഹൃദയങ്ങളെയും കൂടുതൽ കൃപ കൊണ്ട് നിറയ്ക്കാൻ, ശക്തി കൊണ്ട് നിറയ്ക്കാൻ, അഭിഷേകം ചെയ്യാൻ നമ്മളെല്ലാവരും ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട ദിനങ്ങളാണ്. ഒരുപാട് ഇടങ്ങളിൽ നിന്ന്, ഒരുപാട് ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ ആഹ്വാനങ്ങളുണ്ട് പന്തക്കുസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാൻ. അതോടൊപ്പം തന്നെ ത്യാഗത്തോടെ പ്രാർത്ഥിക്കാനൊക്കെയുള്ള ഓർമ്മപ്പെടുത്തൽ വിവിധ ഇടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ആത്മീയ വ്യക്തികൾ വ്യക്തവും കൃത്യവുമായ ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ നാളുകളിൽ നൽകി നമ്മുടെ ജീവിതങ്ങളെ പരിപോഷിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ദിനങ്ങൾ ദൈവ അനുഗ്രഹത്തിൻ്റെതായി മാറ്റിക്കൊണ്ട് ഒരു പുതിയ പന്തക്കുസ്തയുടെ അനുഭവം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ജ്വലിപ്പിക്കാൻ നമുക്കേറെ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്താൽ ഈ നിമിഷം പൂരിതരായി ഉദ്ധിതനായ മിശിഹായുടെ ആ സന്തോഷം ഹൃദയത്തിലേക്ക് നിറയ്ക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. സ്നേഹത്തോടെ നമ്മുടെ ജീവിതങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കൈകൾ ഒന്ന് കൂപ്പിപ്പിടിക്കാം. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. മനസ്സിനെ ഏകാഗ്രമാക്കാം. ശാന്തതയിലേക്ക് മനസ്സിനെ കൊണ്ടുവരാം. കർത്താവ് എൻ്റെ ജീവിതത്തിലേക്കും ആത്മാവിൻ്റെ ഒരഭിഷേകം നിറയ്ക്കണം. ഈശോയുടെ ഉദ്ധാനത്തിൽ പങ്കുചേർന്ന എൻ്റെ ഉള്ളിലുള്ള ആനന്ദം എൻ്റെ ഉള്ളിൽ ഒരു തീയായി ജ്വലിക്കണം. പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും ദാഹിക്കുമ്പോൾ ആ ആത്മാവിൻ്റെ ചൈതന്യം എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കും. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകത്തിലേക്ക് എന്നെ ഉണർത്തണമേ. ഒരു പുതിയ കൃപയിലേക്ക് എന്നെ ഉണർത്തണമേ. ഒരു പുതു ചൈതന്യത്താൽ എൻ്റെ ജീവിതത്തെ പ്രഭാപൂരിതമാക്കണമേ. എല്ലാ ദൈവമക്കളും സ്നേഹത്തോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ചോദിക്കുന്നവർക്കാണ് ആത്മാവിനെ ലഭിക്കുക. തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത്രയും പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും. ചോദിക്കുന്ന എല്ലാവർക്കും ആത്മാവിൻ്റെ ചൈതന്യം ലഭിക്കും. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് സ്നേഹത്തോടെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി, കണ്ണുകൾ അടച്ച്, ഹൃദയം തുറന്ന്, അധരം തുറന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ധാരാളമായി നിറയാനും എൻ്റെ ഉള്ളിൽ ജ്വലിക്കാനുള്ള ദാഹത്തോടെ എല്ലാ ദൈവമക്കളും ചേർന്ന് തീക്ഷ്ണതയോടെ ശക്തിയോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. മകനെ, മകളെ, വിവിധ മാധ്യമങ്ങളിലൂടെ നീ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാകാം. എന്നാൽ നിൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ ജ്വലനം ഇപ്പോൾ നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ സംഭവിക്കും. ഈ അത്ഭുതത്തിന് നിമിഷങ്ങളിൽ ഹൃദയം തുറന്ന് അധരം തുറന്ന് ദൈവനാമത്തെ ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയായവനെ ഞങ്ങളിലേക്ക് ആവസിക്കണമേ. ജ്ഞാനം നിറയാൻ, വിശുദ്ധി നിറയാൻ, നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള വിവേകം, വിശുദ്ധി, ചൈതന്യം ഞങ്ങളിൽ നിറയാൻ ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളിലേക്ക് ശക്തിയായി അഭിഷേകമായി വ്യാപരിക്കണമേ. ആത്മാവേ, പുതു കൃപ കൊണ്ട്, പുത്തൻ അഭിഷേകം കൊണ്ട്, പുതു ചൈതന്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പ്രഭാപൂരിതമാക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ താഴ്ത്തിക്കൊട്ടി. സമ്മാനമേ ദൈവകുമാരന്റെ വാഗ്ദാനമേ, എല്ലാവരും കരങ്ങൾ കൊട്ടി. താതന്റെ സമ്മാനമേ ദൈവകുമാരന്റെ വാഗ്ദാനമേ, തിരുസഭ തന്നിൽ ഉണർവേക്കാൻ
അണയു പരിശുദ്ധാത്മാവേ, ആമേൻ. തിരുസഭ തന്നിൽ ഉണർവീക്കാം. ആത്മാവേ, അണയു പരിശുദ്ധാത്മാവേ, ആത്മാവ് നിറയട്ടെ. കാറ്റായി ശക്തി നിറയട്ടെ. കൃപമഴയായി ഊഹ ആഗതനാക്കുന്നു. പരിശുദ്ധാത്മാവേ, കാറ്റായി കൃപമഴയായി ഊഹ ആഗതനാകുന്നു. പരിശുദ്ധാത്മാവേ, നിത്യസഹായകനാത്മാവേ, വൃത്തിൽ വാസം ചെയ്യണമേ. ദാഹിച്ച് ദാഹിച്ച് പാടാം. നിത്യസഹായകനാത്മാവേ, വൃത്തിൽ വാസം ചെയ്യണമേ. തീക്കാറ്റായി കൃപമഴയായി ഊഹ ദൈവത്തിന്റെ ശക്തി നിറയട്ടെ. ആഗതനാകുന്നു. പുതിയ ശക്തി നിറയട്ടെ. പുതിയ അഭിഷേകം നിറയട്ടെ. ഊഹ ആഗതനാകുന്നു. നിത്യസഹായകനാത്മാവേ, ആത്മാവേ, വാസം ചെയ്യണമേ. കൃപ നിറയട്ടെ. സഹായകനാത്മാവേ, വൃത്തിൽ വാസം ചെയ്യണമേ. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കളും ദാഹത്തോടെ തീക്ഷ്ണതയോടെ ദൈവത്തിന്റെ ആത്മാവ് ജ്വലിക്കാൻ ഒന്നുകൂടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ജ്ഞാനമായി, ചൈതന്യമായി, അഭിഷേകമായി ഞങ്ങളിലേക്ക് നിറയണമേ. വിശുദ്ധിയായി, വിവേകമായി ഞങ്ങളിൽ ആവസിക്കണമേ. സൗഖ്യമായി, രക്ഷയായി ഞങ്ങളിലേക്ക് നിറയണമേ. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, പുതിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, പുതിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ദൈവിക ചൈതന്യമേ, എൻ്റെ ജീവിതത്തിലെ അന്ധകാരം നീക്കി പ്രകാശം നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പിതാവേ, സകല വിശുദ്ധരെ രക്തസാക്ഷികളെ ഞങ്ങളിലേക്ക് നിറയണമേ. ആത്മാവ് നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ചൈതന്യം ഒഴുകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഒത്തിരിയേറെ ആനന്ദത്തോടു കൂടെയാണ് നമ്മൾ ഈ തിരുവുദ്ധാനത്തിൻ്റെ ചൈതന്യത്തോടുകൂടെ പന്തക്കുസ്തായ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തെ പേറാൻ സാധിക്കുന്നിടത്താണ് ഈ ആനന്ദം ഉണ്ടാവുക എന്ന് ഞാൻ ഈ നാളുകളിൽ ഒന്ന് ചിന്തിച്ചു പോവുകയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ ശവകുടീരത്തെങ്കിലേക്ക് പ്രഭാതത്തിൽ തന്നെ കടന്നു എന്ന മഗ്ദലന മറിയത്തിനും മറ്റേ മറിയത്തിനും ഉണ്ടായ ഒരു ദൂതൻ്റെ ദർശനത്തെക്കുറിച്ച് മനോഹരമായിട്ട് അവതരിപ്പിച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഉദ്ധാനത്തിൻ്റെ നാളുകളിൽ നമ്മളേറെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വചനഭാഗമാണ്. അതിലെ 5-ാമത്തെ വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദൂതൻ സ്ത്രീകളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് എനിക്കറിയാം. അവൻ ഇവിടെ ഇല്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ ആരെയാണ് അന്വേഷിച്ചത്? ശ്രദ്ധേയമാണ് ഈ കാര്യം. ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് എനിക്കറിയാം. സ്നേഹമുള്ളവരെ, എവിടെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ചയില്ലാതെ ഇന്ന് മുരടിച്ചു നിൽക്കുന്നതായി കാണുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളും ഒരുപാട് തീർത്ഥാലയങ്ങളും ആത്മീയ ശുശ്രൂഷകളുമൊക്കെ സഭയിൽ ശക്തിപ്പെടുമ്പോഴും മറ്റൊരു വശത്ത് സംഭവിക്കുന്ന ഒരാത്മീയ അപഭ്രംശം എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ചറിയുന്ന വലിയൊരു സത്യമാണ്. നമ്മൾ ആരും പലപ്പോഴും ജീവിതത്തിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അന്വേഷിക്കുന്നില്ല. ശരിയല്ലേ? ചിന്തിച്ച് നോക്കിയേ. ഓരോ മനുഷ്യരും അന്വേഷിക്കുന്നത് ഏലിയായുടെയും ഏലീഷായുടെയും ദാനിയേലിൻ്റെയും ഒക്കെ ദൈവത്തെയാണ്. കാരണം എന്താണ്? അത്ഭുത പ്രവർത്തിക്കുന്ന ഒരു ദൈവം ആ സിംഹക്കുട്ടിൽ എറിയപ്പെടുമ്പോഴും ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കപ്പെടുക.
തീയുടെ ഉള്ളിൽ എറിയപ്പെടുമ്പോഴും ഒരു വാട്ടം പോലും ഇല്ലാതെ സംരക്ഷിക്കപ്പെടുക, മറ്റു തരത്തിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുക, അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം സംഭവിക്കുക, ഈ ഒരു ദൈവത്തെ അന്വേഷിക്കാനായിട്ടുള്ള ഒരു വെമ്പൽ നമ്മുടെ ഉള്ളിലുണ്ട്. ശരിയല്ലേ? എന്നാൽ ചിന്തിച്ച് നോക്ക്, പലപ്പോഴും ക്രൂശിക്കപ്പെട്ട ഒരു ക്രിസ്തു ഒരുപാട് ഇടത്ത് അവഗണിക്കപ്പെടുക. ആർക്കൊണ്ട് ഒരു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അന്വേഷിക്കാനായിട്ടുള്ള ഒരു മനസ്സ്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ ഉള്ളിൽ അത്ഭുത പ്രവർത്തകനായ ഒരു ക്രിസ്തുവിനെ, കടലിന് മീതെ നടക്കുന്ന ക്രിസ്തുവിനെ, കാനായിൽ വെള്ളം വീഞ്ഞാക്കുന്ന ക്രിസ്തുവിനെ, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകുന്ന കർത്താവിനെ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവിനെ, ഈ കർത്താവിനെ കാണാൻ, അനുഭവിക്കാൻ ഉള്ളിൽ വലിയ കൊതിയുണ്ട്. പക്ഷെ എന്തില്ല? ക്രൂശിക്കപ്പെട്ടവനോട് ചേർന്ന് നിൽക്കാൻ മനസ്സില്ല. അവിടെയാണ് പരാജയം. ഇവിടെ മഗ്ദലേന മറിയവും മറ്റേ മറിയവും എപ്പോഴാണ് ഉദ്ധിതനായവനെ കണ്ടുമുട്ടിയത്? ക്രൂശിക്കപ്പെട്ട യേശുവിനെ അന്വേഷിച്ചപ്പോഴാണ്. എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ, ഞെരുക്കങ്ങളുടെ, രോഗങ്ങളുടെ, പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ ഞാൻ എവിടെ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നോ, എപ്പോൾ കണ്ടെത്തുന്നോ, കണ്ടെത്തുന്നതൊക്കെ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ ആയിരിക്കും. അപ്പം എന്താ സത്യം? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ അന്വേഷിച്ചു തുടങ്ങുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ, അതിനപ്പുറത്തേക്ക് ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് അനുഭവവേദ്യമാക്കി മാറ്റിയാൽ ജീവിത പരാധീനതകളോ പ്രശ്നങ്ങളോ, പൗലോസ്ലീഹ പറയുന്ന കണക്ക്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപ്പെടുത്തും? രോഗമോ പീഡനമോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ വാളോ ഒന്നുമില്ല. എന്നെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റാൻ ഒന്നുമില്ല. കാരണം എന്താണ്? ഇവിടെ ക്രിസ്തു എൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുക. ഈ ക്രൂശിതനായ ക്രിസ്തുവിനെ എനിക്കറിയാം, ഉയർപ്പിക്കപ്പെട്ടുള്ള ക്രിസ്തുവിനെ എനിക്കറിയാം. സ്വരമേർത്തി പറ ഹല്ലേലൂയ. ഉണർവോടെ, ശക്തിയോടെ ക്രൂശിതനായ മിശിഹായുടെ ചൈതന്യം നിറയാൻ വേണ്ടി പറ ഹല്ലേലൂയ. അവർക്ക് നമ്മുടെ ജീവിതങ്ങൾ അന്വേഷിക്കേണ്ടത് ക്രൂശിതനെയാണ്. ഈ നാളുകളിൽ ചില അമ്മച്ചിമാരെന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ പരീക്ഷ എടുക്കുമ്പം ഭയങ്കര പ്രാർത്ഥനയാണ്, പിന്നെ വെഞ്ചരിപ്പിക്കലും പ്രാർത്ഥിപ്പിക്കലും, പള്ളിയിൽ പോകും, ഞാനിവിടെ തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണം, അപ്പൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം, വലിയ പ്രാർത്ഥന ആവശ്യപ്പെടല. അതിനു മുമ്പ് സകല ഉഴപ്പും പരിപാടിയായിട്ട് നടക്കുക. ഞാൻ ഓർക്കുക, സത്യത്തിൽ ആരെ അന്വേഷിക്കുന്നേ? ഒന്നുമല്ല. ജീവിതത്തിൽ അന്വേഷിക്കുന്നതൊക്കെ എനിക്ക് ഈ പരീക്ഷയിൽ വിജയം നേടിത്തരേണ്ട ഒരു കർത്താവിനെ മാത്രം. ഞാൻ പറഞ്ഞു വെക്കുക പ്രിയപ്പെട്ട, ക്രിസ്തു തരം താന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ടെന്ന്. ഈ നാളുകളിൽ എനിക്ക് മുമ്പ് പരിചയമുള്ള ഒരു കുടുംബത്തെക്കുറിച്ചുള്ളൊരു കാര്യം ഞാൻ കേട്ട് മനസ്സിലാക്കിയത് ഞാൻ ഓർക്കുക. ഈ ദിവസങ്ങളിൽ അവരുടെ കുടുംബത്തിൽ കുറേ പ്രശ്നങ്ങളും അസ്വസ്ഥകളൊക്കെ ഉണ്ടായി. ഒരു മകള് ഒരു തെറ്റായ ബന്ധത്തിലേക്കൊക്കെ പോയി. സത്യത്തിൽ ഈ കുടുംബാണ് പറയും, ഓ ഞങ്ങൾ എന്തേറെ പള്ളിക്ക് വേണ്ടി നിന്നോരാ, ഞങ്ങൾ എന്തേറെ ആ കാര്യങ്ങൾ ചെയ്തു ഈ കാര്യങ്ങൾ ചെയ്തോരാ. ശരിയാ, ഒരു തരത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓർക്കുക, സത്യത്തിൽ ആത്മീയതയിൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതം ഉണ്ടായിട്ടില്ല. മറിച്ച് ചിലതൊക്കെ ഇങ്ങനെ പ്രകടന ആത്മീയതയുണ്ട് ചിലർക്കില്ലേ. അതിനെ ആത്മീയത എന്ന് വിളിക്കാൻ പറ്റത്തില്ല കേട്ടോ. പ്രകടനം, വെറുതെ ഷോയാ. അങ്ങനെ ചിലതൊക്കെ കാട്ടിക്കൂട്ടുക. പള്ളിയിൽ ആ കാര്യം ചെയ്തു, അച്ഛൻ ഈ കാര്യം ചെയ്തു കൊടുത്തു, സിസ്റ്റർ ഇങ്ങനെ ചെയ്തു കൊടുക്കൂ. പ്രിയപ്പെട്ടവർ, ഇതല്ല കേട്ടോ ആത്മീയത. തെറ്റിദ്ധരിച്ചേക്കരുത്. ഈ ആത്മീയതയെ നമ്മളിങ്ങനെ തരം താഴ്ത്തി കണ്ടേക്കരുത്. ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നതൊക്കെയാണ് ആത്മീയത എന്ന് നമ്മൾ ധരിച്ചേക്കരുത്. എന്നിട്ട് അവർ പറയാ, കർത്താവ് ഞങ്ങളെ ചതിച്ചെന്ന്. കേൾക്കണേ, കർത്താവ് ചതിക്കാൻ നടക്കല്ല ഇങ്ങനെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണിക്കുന്ന ഷോയ്ക്കനുസരിച്ച്, ഞാൻ കാണിക്കുന്ന പ്രകടനത്തിനനുസരിച്ച് എൻ്റെ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ അത്? കർത്താവിന് ഇത്ര നമ്മളെ തരം താഴ്ത്താൻ പാടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഞാൻ പറഞ്ഞത്, ഇവരൊക്കെ അന്വേഷിക്കുന്നത്, ആരെയും കുറ്റപ്പെടുത്താനില്ല കേട്ടോ, നമ്മളൊക്കെ ഇന്ന് അന്വേഷിച്ചു പോകുന്നത് വാസ്തവത്തിൽ ഇങ്ങനെ മഹത്വത്തോടെ പ്രകാശിച്ചു നിൽക്കുന്ന കർത്താവാണ്. നമുക്കൊക്കെ ഇഷ്ടം ആ ഓശാന നാളിൽ ഒരുപാട് പേരുടെ അകമ്പടിയോടുകൂടെ ആ കഴുതയല്ലായിരുന്നെങ്കിൽ ഒരു കുതിരയും കൂടെ ആയിരുന്നെങ്കിൽ ഇച്ചിരി ഗ്രാൻഡാണ് ഇല്ലേ? അങ്ങനെ ഒരാഘോഷങ്ങളുടെ കർത്താവിനെയാണ്, ആ താബോറിൽ വെളിപ്പെട്ട ഒരു മഹത്വത്തിൻ്റെ കർത്താവിന്. ഇതൊക്കെ എളുപ്പമാണ്. ഉദ്ധിതനായ മിശിഹ അങ്ങ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ സന്തോഷമാണ്. പക്ഷേ
ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ക്രിസ്തുവിനെ ജീവിതത്തിൽ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. സ്നേഹത്തോടെ പറ ഹല്ലേലൂയ. ഈ ചൈതന്യം നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധാത്മാക്കളൊക്കെ ഇതിൽ നിന്ന് വ്യത്യസ്തത പുലർത്തിയവരാണ്. ഓർക്കണം, ഓരോ വിശുദ്ധരും അവരുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു കുരിശിനെ നമ്മൾക്ക് കാണാനായിട്ടുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആയിക്കോട്ടെ, ഫ്രാൻസിസ് സേവർ ആയിക്കോട്ടെ, കൊച്ചു ത്രേസ്യ ആയിക്കോട്ടെ, അമ്മ ത്രേസ്യ ആയിക്കോട്ടെ, മറ്റ് വിശുദ്ധരായിക്കോട്ടെ, ഇവരൊക്കെ അവരുടെ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒന്നുണ്ട്. അത് വെറും ഒരു കുരിശായിരുന്നില്ല കേട്ടോ, മറിച്ച് ക്രൂശ് തന്റെ ചൈതന്യത്തെ ഉള്ളിൽ പേറുന്നത്, അവരുടെ ഉള്ളിൽ സ്വീകരിച്ചത്, അവർ പുറമെ പ്രകടമാക്കിയത് മാത്ര. നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൽ ക്രിസ്തുവില്ലാതെ, ഉള്ളിൽ ക്രൂശിതനില്ലാതെ പുറമെ വെറുതെ കുരിശു പിടിച്ച് അങ്ങും ഇങ്ങും ഒക്കെ നടക്കുന്നവരായിട്ട് മാറും. ഒരുപാട് ഭാരമുള്ള കുരിശെടുത്ത് അവിടെ ഇവിടെയൊക്കെ തീർത്ഥാടനങ്ങൾ നടത്തും, അവിടെ ഇവിടെയൊക്കെ മലകയറ്റം നടത്തും. അവിടെ നിൽക്കുക നമ്മുടെയൊക്കെ ആത്മീയത. കുമ്പസാര ഇല്ലാതെ, കൂദാശ ഇല്ലാതെ, പ്രാർത്ഥന ഇല്ലാതെ, പരിശുദ്ധ ബലിയുടെ ചൈതന്യം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാതെ, ജീവിതത്തിൽ ചില അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങുന്ന ആത്മീയതയായിട്ട് നമ്മുടെ ഇത് അധപ്പതിക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ ഓർക്കുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ല നമ്മൾ അന്വേഷിക്കുന്നത്. പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 18-ാം വചനത്തിലൂടെ, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. അപ്പം എന്താ സത്യം? എവിടെയാണോ ഞാൻ യഥാർത്ഥ ക്രിസ്തു ചൈതന്യം പേറി ആത്മാവിൽ നയിക്കപ്പെടുന്നത്, അവിടെ കുരിശ് എനിക്ക് ശക്തിയാ. വീണ്ടും പൗലോസ് ഓർമ്മപ്പെടുത്തുക 1:23 യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. നോക്കിക്കേ, ഒരു പൗലോസിൻ്റെ തീഷ്ണത എന്നാണെന്ന്. അതാ പറഞ്ഞത്, നെഞ്ചിൽ ക്രൂശിതൻ്റെ ചൈതന്യത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു തീ കൊണ്ട് ഈ ആത്മീയതയുടെ യഥാർത്ഥ ചൈതന്യത്തിലേക്ക് കടന്നു വന്ന ആ ക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ടവനെ പ്രസംഗിക്കുന്ന പൗലോസ് പറഞ്ഞു വെക്കുന്നുണ്ട്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വെറുതെ, നിങ്ങളുടെ വിശ്വാസം വെറുതെ. ശരിയാത്. പക്ഷേ എവിടെയാണ് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതിന് യഥാർത്ഥ ചൈതന്യം നമ്മളിൽ പേറുക? ആ ചൈതന്യം നിറയുന്നത് അതിന് പിന്നിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, ആരോരും ഇല്ലാതെ പീലാത്തോസിന്റെ ഭവനത്തിൽ കൽത്തൂണോട് ചേർത്തപ്പെട്ട് അനങ്ങാനാകാത്ത വിധം ബന്ധിക്കപ്പെട്ട ചാട്ട കൊണ്ട് അടിയേക്കുമ്പോൾ ശരീരത്തിൽ പൊളയുന്ന ഒരു ക്രിസ്തു ഉണ്ടായിരുന്നു. അവരെൻ്റെ മുതുകിൽ ഒഴുതു, എൻ്റെ ശരീരത്തിൽ ഉഴവുചാല് കീറി എന്ന് പറയുന്ന കണക്ക് ശരീരം മുഴുവൻ കീറി മുറിക്കപ്പെട്ട യെശയ്യാ പ്രവചിക്കും കണക്ക് ഒരു മനുഷ്യൻ എന്ന് ചിന്തിക്കാൻ കഴിയാത്ത വിധം അവൻ വിരൂപനായിരുന്നു എന്ന് പറയുന്ന കണക്കൊരു ക്രിസ്തു ഉണ്ടായിരുന്നു കേട്ടോ. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും രഹസ്യ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് പരസ്യമായിട്ട് അപമാനിക്കപ്പെട്ടു പോയ ഒരു ക്രിസ്തു ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ കൈകളും കാലുകളും ഒക്കെ ആണിപ്പഴുതുകളിലേക്ക് വലിച്ച് നീട്ടപ്പെട്ട, സന്ധിബന്ധങ്ങൾ ഉലഞ്ഞ് നിലത്തൊഴിച്ച് കളഞ്ഞ വെള്ളം പോലെ ആയിത്തീർന്നു എൻ്റെ ശരീരമെന്ന് സങ്കീർത്തകൻ മുൻപേ പ്രവചിച്ചു വെച്ച കണക്ക് ആയിത്തീർന്ന ഒരു ക്രിസ്തു കണ്ട് കേട്ടോ. പച്ച മാംസത്തിലേക്ക് ആ കാരിരുമ്പാണി അടിച്ചു കയറ്റിയപ്പോൾ വേദന കൊണ്ട് പൊളഞ്ഞ ഒരു കർത്താവുണ്ട്. എനിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മുറിഞ്ഞ ഒരു കർത്താവ്, ചോര വാർന്നൊഴുകിയ ഒരു കർത്താവ്. പ്രിയപ്പെട്ടവരെ, സ്വീകരിക്കേണ്ടത് ഈ ക്രൂശിതന്റെ ചൈതന്യത്തെ. അവസാനം ആകാശത്തിനും ഭൂമിക്കും മധ്യേ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ആ കുരിശിൽ ഇങ്ങനെ കടന്ന് പീഡ അനുഭവിച്ച, ആ കുരിശിൽ ഇങ്ങനെ കടന്ന് സകല നിന്ദനങ്ങളും വേദനകളും ഏറ്റുവാങ്ങി എനിക്ക് വേണ്ടി നിലവിളിച്ചു മരിച്ചൊരു കർത്താവ് ഉണ്ടായിരുന്നു. ഈ കർത്താവിനെ ഞാൻ മറന്നു കളഞ്ഞാൽ പിന്നെ ഉദ്ധാനത്തിൻ്റെ ചൈതന്യം എനിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഉദ്ധാനത്തിൻ്റെ ചൈതന്യം, ഉദ്ധാനത്തിൻ്റെ സന്തോഷം എൻ്റെ ജീവിതത്തിൽ നിറയുക ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുമ്പോഴാണ്. വിശുദ്ധാത്മാക്കളുടെയൊക്കെ ജീവിതത്തിൽ എന്തുകൊണ്ട് അവർ ഈ ചൈതന്യത്തെ സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ വേറെ ഉത്തരവൊന്നുമില്ല കേട്ടോ. അവരുടെ ജീവിതത്തിൽ ഈ ക്രൂശിതൻ്റെ സന്ദേശത്തിലൂടെ അതിനപ്പുറത്തേക്ക് കാണാൻ അവർക്ക് സാധിച്ചു. ഈ ലോക ജീവിതത്തിൽ അവസാനിക്കുന്നതല്ല ഇത് എന്നുള്ള യഥാർത്ഥ സത്യം അവർ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ മരിച്ച് അടക്കപ്പെട്ടതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഉദ്ധാനത്തെ തിരിച്ചറിഞ്ഞപ്പോഴാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ മരിച്ചടക്കപ്പെടലുണ്ടാകും എല്ലാ ജീവിതത്തിലും. എന്താണ് ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ വ്യതിരക്തത? അവിടെ സഹനം ഇല്ലാതുണ്ടോ? ഒന്നുമില്ല. ചില നിരീശ്വരവാദികളൊക്കെ ചോദിക്കും, നിങ്ങളുടെ മാർപ്പാപ്പമാർ മരിക്കുന്നില്ലേ? നിങ്ങളുടെ മെത്രാമാർ മരിക്കുന്നില്ലേ? അച്ഛന്മാർ മരിക്കുന്നില്ലേ?
നിങ്ങളുടെ മെത്രാന്മാരും ഒക്കെ രോഗം വരുന്നില്ലേ? നിങ്ങളുടെ അച്ഛന്മാർക്ക് രോഗം വരുന്നില്ലേ? അതെങ്ങനെ അങ്ങനെയൊക്കെ? പ്രിയപ്പെട്ടവരെ, രോഗം വരികയില്ല, മരിക്കുകയില്ല, ഇതൊന്നും അല്ല ക്രിസ്തീയ ചൈതന്യത്തിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്. അത് വെറും ഭോഷത്വമായ ചോദ്യമാണ്. ഒരു മനുഷ്യൻ്റെ സാധാരണ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കിടന്ന് എന്താണ് സംഭവിക്കാനായിട്ടുള്ളത്? ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സാധാരണ കാര്യങ്ങൾ അത് അതിൽ തന്നെ ഉണ്ട്. പിന്നെ എന്താണ് ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ വ്യതിരക്തത? മറ്റൊന്നുമല്ല, ഈ സഹനങ്ങൾ ഒരുപോലെ എല്ലാവർക്കും ഉണ്ടാകുമ്പോഴും അത് സ്വീകരിക്കാനായിട്ടുള്ള ഒരു കരുത്ത് ശക്തിയും ജീവിതത്തിൽ ആർജിക്കുക എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് ടീച്ചറോട് പറഞ്ഞ കണക്ക്, പ്രാർത്ഥിച്ചിട്ടും നീ മത്സരത്തിൽ തോറ്റുപോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് തോക്കാതിരിക്കാനല്ല, വിജയിക്കാനല്ല, തോക്കുമ്പോഴും എനിക്കത് സ്വീകരിക്കാനായിട്ടുള്ള മനസ്സ് ലഭിക്കാനാണ് എന്ന് പറഞ്ഞ് ഗുരുവിൻ്റെ ബോധമണ്ഡലത്തെ തെളിയിച്ച ശിഷ്യൻ കണക്ക്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ടത് ഇതാ. എൻ്റെ ഉള്ളിൽ ഞാൻ പരാജയം അടയാതിരിക്കാനൊന്നുമല്ല, സഹനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല, ഒരു രോഗം ഉണ്ടാകരുത് എന്നോർത്തിട്ടൊന്നുമല്ല, മറിച്ച് ഞാൻ വളരേണ്ടത് മറ്റൊന്നിലേക്ക്, യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സന്ദേശത്തിലേക്ക്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിനെ കുറിച്ചാണല്ലോ. ആ കുഞ്ഞിനെയായിരുന്നു ഈശോ കൈകളിലെടുത്ത് അനുഗ്രഹിച്ചെന്ന് പറയുന്നത്. ഈശോ കയ്യിലെടുത്ത് അനുഗ്രഹിച്ച ഒരു കൊച്ചെങ്ങനെ ഇരിക്കണം അല്ലേ? ആ കുഞ്ഞൊരു ജലദോഷം പോലും വരരുതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഓർക്കുക, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ മരണം എങ്ങനെയായിരുന്നു? സിംഹക്കുഴിയിലെറിയപ്പെട്ട് മരണം. പക്ഷെ വ്യത്യാസം എന്താണെന്നറിയാവോ? ഈ സിംഹക്കുഴിയുടെ കരയ്ക്ക് നിൽക്കുമ്പോൾ ഈ ഇഗ്നേഷ്യസ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, എന്നെ ഇതിനകത്ത് നിന്ന് രക്ഷിക്കണമെന്നൊന്നുമല്ല കേട്ടോ, മറിച്ച് എന്താ ഇഗ്നേഷ്യസ് പ്രാർത്ഥിച്ചത്? ദൈവമേ, ദാനിയേലിനെയോ മറ്റ് സിംഹക്കുഴിയിൽ എറിയപ്പെട്ടവരെയോ അങ്ങ് സംരക്ഷിച്ചതുപോലെ എന്നെ ഒരിക്കലും ഈ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഈ സിംഹങ്ങളുടെ വായിൽ, ഈ സിംഹങ്ങളുടെ പല്ലുകൾക്കിടയിൽപ്പെട്ട് ഒരു ഗോതമ്പ് മണി പോലെ ഞാൻ പൊടിഞ്ഞില്ലാതായി ഒരു പരിശുദ്ധ കുർബാനയായിട്ട് മാറട്ടെ. ഇഗ്നേഷ്യസിൻ്റെ പ്രാർത്ഥന കേട്ടോ. നമ്മൾ വളരേണ്ടത് ഈ ചൈതന്യത്തിലേക്കാണ്. ഇതില്ലാത്തൊന്നും ആത്മീയതയല്ല. അതില്ലാത്തതൊക്കെ വെറുതെ ചില അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങുന്ന ചില ജീവിതക്രമങ്ങളായിട്ട് മാത്രം അധപ്പതിക്കും. കർത്താവിൻ്റെ ഈ വചനം ശ്രവിച്ചുകൊണ്ട് വിവിധ മാധ്യമങ്ങൾക്ക് മുമ്പിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്തെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിൽ സഹനമില്ലായ്മയോ രോഗമില്ലായ്മയോ കഷ്ടതയോ വിഷമോ ഒന്നും ഇല്ലാത്ത ഒരു ജീവിതം നയിക്കാമെന്ന് വെറുതെ നമ്മൾ ഒരു ദിവാസ്വപ്നം കണ്ട് ജീവിക്കുന്നവരായിട്ട് മാറരുത്. മറിച്ച് ഈ ലോക ജീവിതത്തിൻ്റെക്ക് അപ്പുറത്തേക്ക് കടന്ന് ഒരു ജീവിതമുണ്ടെന്ന് ആർക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നോ അവരുടെ ജീവിതത്തിൽ മാത്രം ആരാണോ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ചിന്തകൾക്ക് ജീവിതത്തെ വിട്ടുകൊടുക്കാനായിട്ട് മനസ്സുള്ളത്, അവരുടെ ജീവിതത്തിൽ മാത്രമാണ് ഈ ക്രൂശിതൻ്റെ യഥാർത്ഥ ചൈതന്യം പേറാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ലോകത്തിൻ്റെ സുഖേച്ഛകളിൽ ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുന്ന ഈ തലമുറയ്ക്ക് ഈ വചനം ഭോഷത്വമാണ്. അച്ഛൻ അങ്ങനെയൊക്കെ പറയും, അവരിങ്ങനെയൊക്കെ പറയും, പക്ഷെ ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥ, ബുദ്ധിയിൽ ഇരുളിമ ബാധിച്ച ഒരു അവസ്ഥാവിശേഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, മാധ്യമങ്ങളും ചില അന്ധകാരം ബാധിച്ച വ്യക്തികളൊക്കെ നമ്മുടെ മുമ്പിൽ പലതരത്തിൽ അവതരിപ്പിക്കുന്ന ചിന്തയാണ് സത്യം എന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. കാലങ്ങളായിട്ട് പൂർവികരായി വിശ്വസിച്ച് ചൈതന്യം പേറി വന്ന ഒരു കത്തോലിക്ക വിശ്വാസത്തെ, കുരിശനുഭവങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു വിശ്വാസം, പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ മറന്ന് ഒരു പുതുജീവിതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഒരു നാശത്തിലേക്കുള്ള പോക്കാണെന്ന് മനസ്സിലായി. ഈ പോക്ക് എപ്രകാരം എങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചിരിക്കുക ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കുത്തി തീർന്നുകൊണ്ടിരിക്കുക പലതും. എന്നിട്ടും തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഈ ലോകത്തിൻ്റെ ചിന്താഗതികൾ മാത്രം മക്കളുടെ ബുദ്ധിയിലേക്ക് നിറയ്ക്കുന്ന പിശാച് സത്യത്തെ മറച്ചു വെക്കുക. ഈ സത്യം അറിയാൻ മേലാത്തതുകൊണ്ട് ഈ കുറേ യുവജനങ്ങളും കുറേ മക്കളൊക്കെ ഈ ലോകത്തിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ അങ്ങ് സുഖിച്ച് സന്തോഷിച്ച് അങ്ങ് പോവാ. ഓർത്തോ, നാശത്തിലേക്കുള്ള പോക്കാതെ. പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ വചനം അവർക്ക് ഭോഷത്വമായിട്ട് തോന്നാം, കുരിശിൻ്റെ വചനം അവർക്ക് ഭോഷത്വമായിട്ട് തോന്നാം. പക്ഷെ മകളെ, നീ ചിന്തിച്ചോ, നിൻ്റെ ജീവിതത്തിൽ സഹനം ഉണ്ടാകാം, പ്രതിസന്ധി ഉണ്ടാകാം. ഇപ്പം നീ ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ ശരീരത്തിന് തളർച്ച ഉണ്ടാകാം, കടബാധ്യതകളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിൻ്റെ മനസ്സിനെ അലട്ടുന്ന നൂറായിരം കാര്യങ്ങളുണ്ട് ഇല്ലേ? ആ സങ്കടത്തോടു കൂടെയൊക്കെ ആയിരിക്കാം പലരും ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു സത്യത്തെ ഓർത്തെ, ജീവിതത്തിൽ എനിക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഒരു കർത്താവില്ലേ?
എൻ്റെ ജീവിതത്തിന് ഏത് കൊടിയ ദാരിദ്ര്യത്തിൻ്റെയോ, ഏത് കഷ്ടതയുടെയോ, ഏത് രോഗത്തിൻ്റെയോ, ഏത് ഒറ്റപ്പെടലിൻ്റെയോ, ഏത് പീഡനങ്ങളുടെയോ, എന്ത് പ്രതിസന്ധികളിലൂടെയോ, ഏത് തെറ്റിദ്ധരിക്കപ്പെടലിൻ്റെയോ അനുഭവത്തിലൂടെ മകനെ മകളെ നീ കടന്നുപോയാൽ ഒരു കാര്യം ചിന്തിച്ച് അതിൻ്റെ പരിസമാപ്തിയിൽ അത് അനുഭവിച്ച ഒരു കർത്താവ് നിനക്ക് കൂടെയുണ്ട്. ആ കർത്താവിന് നിന്നെ മനസ്സിലാക്കാവുന്നിടത്തോളം വേറെ ആർക്കും മനസ്സിലാകത്തില്ല കേട്ടോ. ഒരു തലവേദനയുടെ കാഠിന്യം അനുഭവിച്ചവന് മാത്രമേ എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് ഗവനിക്കാൻ തോന്നത്തുള്ളൂ. അത് അനുഭവിക്കാത്തവൻ ഒരിക്കലും അതിൻ്റെ വേദനയോ അതിൻ്റെ കാഠിന്യമോ മനസ്സിലാവോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്ന ആരാ? ഇത് മുഴുവനും അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ അനുഭവിച്ചിട്ടുള്ള എൻ്റെ കർത്താവാ. ആ കർത്താവിന് എന്നെ മനസ്സിലാകും. ആ കർത്താവിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നിലേക്ക് അവിടുത്തെ കൃപയുടെ കരം നീട്ടും. എൻ്റെ ദൈവം എന്നിലേക്ക് അവിടുത്തെ അഭിഷേകത്തിൻ്റെ കരം നീട്ടും. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് അവിടുത്തെ ശക്തിയുടെ കരം നീട്ടും. അവിടെ സൗഖ്യമായി, രക്ഷയായി, ശക്തിയായി, സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള കൃപയായി എൻ്റെ ജീവിതം അഭിഷേകം പ്രാപിക്കും, ആത്മാവിൽ നിറയും. നമുക്ക് ഓരോരുത്തർക്കും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ മുഴുവനും കർത്താവിലേക്ക് വിട്ടുകൊടുക്കാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ജീവിതം മുഴുവനും തമ്പുരാനിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, ദൈവമേ, എൻ്റെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണമേ, എൻ്റെ സഹനങ്ങളെ ഹൃദയത്തിലേക്ക് അവിടുന്ന് സ്വീകരിക്കണമേ. ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറയാം, ശക്തിപ്പെടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവമക്കളും കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാനിതാ എന്നെ സുഖപ്പെടുത്തുന്ന, എന്നെ വിശുദ്ധീകരിക്കുന്ന, എന്നെ ചൈതന്യത്താൽ നിറയ്ക്കുന്ന, എൻ്റെ ഉള്ളിലെ നിരാശ, ദുഃഖം, മരണചിന്ത, എൻ്റെ ജീവിതത്തിലെ ഒത്തിരി സങ്കടപ്പെടുത്തുന്ന മുറിവുകളുടെ ചിന്ത എല്ലാം മായ്ക്കുന്ന അങ്ങേ കാണുന്നു. ഓ ദൈവമേ, ഓ ദൈവമേ, എനിക്ക് വേണ്ടി സഹിച്ച, അങ്ങയുടെ പീഡകളോട് ചേർത്ത, എനിക്ക് വേണ്ടി അങ്ങ് അനുഭവിച്ച എല്ലാ പീഡാസഹനത്തോട് ചേർത്ത ജീവിതം മുഴുവനെയും ഇതാ സമർപ്പിക്കുന്നു. ഈശോ, ഈശോ, ബലഹീനമായ ജീവിതത്തെ ഒന്ന് തൊട്ട് സൗഖ്യം പകരണമേ, ശക്തി പകരണമേ. എല്ലാവരും ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, ഞാനങ്ങ് ഒരുപാട് സ്നേഹിക്കുന്നു. കർത്താവെ, ഞാനങ്ങ് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഹൃദയത്തോട് അങ്ങേ ചേർത്ത് വെച്ച് അങ്ങയുടെ തിരുമുറിവുകളുടെ മുദ്ര എന്നിൽ പതിപ്പിച്ച് എൻ്റെ ജീവിത ബലഹീനതകളെ അതിജീവിക്കാൻ കരുത്ത് പകരണമേ. ഈ നിമിഷം കർത്താവിലേക്ക് കൊടുത്തേ. കർത്താവിലേക്ക് ഒന്ന് കൈനീട്ടിക്കൊണ്ടാണ് ഈ ആശീർവാദം സ്വീകരിക്കേണ്ടത്. രണ്ട് കരങ്ങളും സ്നേഹത്തോടെ മുമ്പോട്ട് നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കളും ആശീർവാദം സ്വീകരിക്കുന്ന ഒരു സമയം. കർത്താവ് നിൻ്റെ ജീവിതത്തിൻ്റെ മേലെ, നിൻ്റെ യാതനയുടെ കരങ്ങൾ മേലെ തൻ്റെ കൃപയുടെ കരങ്ങൾ ഉയർന്ന സമയമാണ്. എല്ലാവരും സ്നേഹത്തോടെ യേശുവേ, യേശുവേ എന്നുറക്കം വിളിച്ചുകൊണ്ട്, ക്രൂശിതനെ, എനിക്ക് വേണ്ടി ഉദ്ധിതനായവനെ എന്നുറക്കം വിളിച്ചുകൊണ്ട്, ആ ബോധ്യത്തോടെ യേശുവേ, 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 യേശുവേ എന്ന് ആവർത്തിച്ച് വിളിച്ചുകൊണ്ട് കർത്താവിന് ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. ഈ നിമിഷം നിന്നിലേക്ക് ശക്തി ഒഴുകും, കൃപയൊഴുകും, അഭിഷേകം ഒഴുകും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും വിളിക്കട്ടെ, സ്നേഹത്തോടെ വിളിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ഈ നിമിഷം തന്നെ അനേകരുടെ മനസ്സുകളെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും നീങ്ങട്ടെ. രോഗപീഠകൾ, കടബാധ്യതകൾ, പ്രതിസന്ധികൾ, വിശ്വസിക്കാൻ സാധിക്കാത്ത വിധത്തിൽ വിശ്വാസം മരവിച്ച് മന്ദീഭവിച്ച അവസ്ഥകൾ യേശുനാമത്തിൽ ഇപ്പോൾ നീങ്ങിപ്പോകട്ടെ. അനേകരുടെ മുറിവുകളിലേക്ക് യേശുവിൻ്റെ കരങ്ങളുടെ സ്പർശനം ഇപ്പോൾ സംഭവിക്കട്ടെ. അനേക മനസ്സുകളുടെ മുറിവുകളിലേക്ക് യേശുവിൻ്റെ കരം നീണ്ട ഇപ്പോൾ തന്നെ സൗഖ്യം സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.